കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കൊണ്ടുവന്ന ഹൈഡ്രജൻ ബലൂണിന്റെ ആഘാതം കോൺഗ്രസിനുള്ളിൽ തമ്മിലടിയായി കലാശിക്കുന്നു. രാഹുൽ വിദേശ ശക്തികളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ കയ്യിലെ കളിപ്പാവയെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ തോറ്റും തുന്നം പാടിയിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇതൊരു വലിയ പ്രശ്നമായി തന്നെ അവർ കണക്കാക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധങ്ങൾ ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പിന്റെ ഭാവി എന്താകുമെന്നതാണ് കോൺഗ്രസ് നേതാക്കൾ ചോദ്യമുന്നയിക്കുന്നത്. കേരളത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇടത് സർക്കാരിനെ തോൽപ്പിച്ചുകൊണ്ട് അധികാരത്തിലേറാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പരക്കെ രാഹുലിന്റെ ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ തുടർച്ചയായ ആക്രമണത്തിൽ വലിയ അതൃപ്തിയാണ് രേഖപ്പെടുത്തുന്നത്. ഭരണഘടനാ സ്ഥാപനത്തിന് എതിരായ തുടർച്ചയായ ആരോപണം തിരിച്ചടിയാകുമോ എന്നതും ഒരു ആശങ്കയായി തന്നെ ഇവർ പങ്കുവെക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരായ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് അതൃപ്തി വിദേശത്തു നിന്നും ഇന്ത്യയിലെ ഭരണ കലാപത്തിലൂടെ തന്നെ അട്ടിമറിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഡീപ് സ്റ്റേറ്റ് ശക്തികൾ അത് നൽകുന്ന ടൂൾ കിറ്റ് അനുസരിച്ചുകൊണ്ട് തന്നെ ഒരു യന്ത്രപാവയെ പോലെ തന്നെ പ്രവർത്തിക്കുകയാണ് കോൺഗ്രസിലുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മാത്രമല്ല അദ്ദേഹം തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ കുറേയധികം കടലാസുകൾ തൂക്കിയെടുത്തുകൊണ്ട് നടന്ന് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത്. ഖലിസ്ഥാനുകളും അതുപോലെ ഇസ്ലാമിക തീവ്രവാദികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ കലാപം നടത്തി മോദി സർക്കാരിനെ അട്ടിമറിക്കുമെന്നത് വെറും വ്യാമോഹം മാത്രമാണ് എന്നും ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തും മോദി സർക്കാരിൻ്റെയും RSSന്റെയും ആ ജനസ്വാധീനവും ഒക്കെ തന്നെ അറിയാവുന്ന യഥാർത്ഥ ബോധമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് വിലയിരുത്തൽ പുറത്തു വരുന്നത്. പൊതുവെ തന്നെ ജനകീയ സ്വഭാവമില്ലാത്ത രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ യാഥാർത്ഥ്യങ്ങൾ അറിയാത്ത വിദേശികളുടെ കയ്യിലെ കളിപ്പാവയാകുന്നതിൽ കോൺഗ്രസിനുള്ളിൽ വലിയ അതൃപ്തി തന്നെയാണ് അവർ പ്രകടമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണത്തിൽ രാഹുൽ ഗാന്ധി കോടതിയെ സമീപിക്കുന്നതിലും കോൺഗ്രസിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതായത് വേണ്ടത്ര തെളിവുകൾ കയ്യിൽ ഇല്ലാത്തതിനാൽ തന്നെയാണ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ പോലും സമീപിക്കാതിരിക്കുന്നത്. ഒരു യന്ത്രപാവയെ പോലെ വിദേശത്തു നിന്നും ആരോ അയച്ചു കൊടുക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ആരോപണങ്ങൾ അത് വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ അവതരിപ്പിക്കുക മാത്രമാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്ന ഒരു ജോലിയായി പറയുന്നത്. മാത്രമല്ല കർണാടകയിൽ കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം നടത്തിയിട്ടുണ്ട് എന്ന് സാമാന്യ ബോധമുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് പറയാൻ സാധിക്കുമോ എന്ന ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇത്തരം യുക്തിയില്ലായ്മ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ വാർത്താ സമ്മേളനത്തിൽ കൂടി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷാപാതപരമായി പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് കോടതിയിൽ പോകാത്തതെന്ന ചോദ്യത്തിന് ഇത് തന്റെ ജോലിയല്ല എന്നും ഇത്തരം അനീതികൾ ചെറുക്കേണ്ടത് രാജ്യത്തെ യുവാക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരോക്ഷമായി തന്നെ ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു രാഹുൽ ഗാന്ധി പിന്നീട് ചെയ്തത്. അതായത് നേപ്പാളിലെ ജൻസി കലാപം പോലെ തന്നെ ഇന്ത്യയിൽ മറ്റൊരു ജൻസി കലാപം നടത്താനായിരുന്നു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അതിനായി ആഹ്വാനം നടത്തിയതെന്നാണ് വ്യക്തമാകുന്നത്. തീർത്തും അപകടകരമായ പ്രവണതയ്ക്കാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി കൂട്ടുനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലടക്കം കോൺഗ്രസിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയും നേതാക്കൾക്കിടയിൽ തന്നെ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ തന്നെ വലിയ അതൃപ്തിയും തമ്മിലടിയും രൂക്ഷമായിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.